أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربي زدني علما ربي أرني حقائق الأشياء. അഭിവന്ദ്യരായ അധ്യക്ഷൻ, സ്നേഹവും ബഹുമാനവുമുള്ള ശ്രോതാക്കളെ, നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെ സംബന്ധിച്ച് അതിൻ്റെ വിശ്വാസാദർശങ്ങൾക്ക് കടകവിരുദ്ധമായിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം ഗ്രന്ഥങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. എൻ്റെ മുമ്പിൽ തന്നെ ഇപ്പോൾ 2 ഗ്രന്ഥം ഞാൻ കണ്ടിരുന്നു. അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുത്തരിയല്ല. മിനിയാന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇസ്ലാമിനും എതിരെ റവറന്റ് തെറ്റയിൽ എഴുതിയ 1000 പേജുള്ള ഒരു പുസ്തകം എനിക്ക് കിട്ടി. അത് കുഞ്ഞാമത് മാസ്റ്റർ സാഹിബിനെ ഏൽപ്പിച്ചതാണ് മിനിഞ്ഞാന്ന് ഞാൻ വന്നപ്പോൾ. 1000 പേജുള്ള നബി തിരുമേനിയെ വിമർശിച്ചുകൊണ്ട് എഴുതിയ ഒരു ഗ്രന്ഥം. ഈ അഹമ്മദികൾക്കെതിരിൽ ഈ ഗ്രന്ഥങ്ങൾ കാണുമ്പോൾ, ഖാദിയാനികൾക്കെതിരുള്ള ഗ്രന്ഥമാണെന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും വായിക്കാൻ താല്പര്യമുണ്ടാവും. കാരണം എങ്ങനെയും ഖാദിയാനികളെ പരാജയപ്പെടുത്തുകയാണല്ലോ അവരുടെ ലക്ഷ്യം. ഈ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെയും അവർക്ക് പറയാനുള്ളത് മിർസ സാഹിബ് നഊദു ബില്ലാ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, നഊദു ബില്ലാ ഭ്രാന്തനാണ്, നഊദു ബില്ലാ മാനസിക രോഗിയാണ് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ്. അതിനേക്കാൾ എത്രയോ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ക്രൈസ്തവ ബിഷറിമാര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ ചിന്തിക്കണം. ഈ 1000-ഓളം പേജ് വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഗ്രന്ഥം നല്ല ആർട്ട് പേപ്പറിൽ മനോഹരമായ ചട്ടയോടുകൂടിയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്.
1500 വർഷമായിട്ട് ക്രൈസ്തവ ലോകം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിടുന്നില്ല എങ്കിൽ കേവലം 100 വർഷം മാത്രം പ്രായമുള്ള അഹമ്മദിയ ജമാഅത്തിനെ ഇവിടുത്തെ മുസ്ലിങ്ങൾ വിടുവോ? ഞാൻ പറഞ്ഞു വരുന്നത്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഈ 1500 വർഷങ്ങൾക്കുള്ളിൽ കോടിക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ 1/4 പോലും മിർസ സാഹിബിനെതിരിൽ എഴുതപ്പെട്ടിട്ടില്ല. ഒരു ആള് അള്ളാഹുവിൽ നിന്ന് വന്നിട്ടുള്ള ആളാണെന്ന് വാദിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ച് അയാളുടെ വാദം ശരിയാണോ തെറ്റാണോ എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വെച്ചുകൊണ്ട് അളന്നു നോക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം തന്റെ വാദത്തിന് തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ടോ ആ തെളിവുകളൊക്കെ വേറൊരു വാദിയിലും പൂർത്തിയാവുകയാണെങ്കിൽ സ്വാഭാവികമായും അയാൾ സത്യവാനായിരിക്കും. ഏതെങ്കിലും ഒരു ചെറുത് പോലും പൂർത്തിയാകുന്നില്ല എങ്കിൽ നമുക്ക് അയാളെ നിഷേധിക്കാൻ അവകാശമുണ്ട്. ഇത് വിശ്വാസപരമായ കാര്യമാണല്ലോ. അപ്പൊ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ ഇന്നും പാശ്ചാത്യ ശക്തികൾ പ്രത്യേകിച്ചും ആക്ഷേപങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലം വരെ അറബികൾ പോലും ശ്വാസം മുട്ടിക്കഴിഞ്ഞിരുന്നു. പാശ്ചാത്യ മിഷണറിമാര് അവരുടെ ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നഊദു ബില്ലാഹ് സ്ത്രീലമ്പടനാണ്, നഊദു ബില്ലാഹ് യുദ്ധക്കൊതിയനാണ്, നഊദു ബില്ലാഹ് സംസ്കാര ശൂന്യനാണ് എന്നൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. മുസ്ലിം ലോകത്തിന് മറുപടിയില്ല. നബി തിരുമേനിക്ക് വേണ്ടി വാദിക്കാൻ ഒരു മുസ്ലിം പണ്ഡിതനും സാധ്യമല്ലാത്ത ഒരവസ്ഥയാണ് ഇന്നുള്ളത്. കാരണം യേശുവിനെ ആകാശത്ത് ജീവിപ്പിച്ചിരുത്തുന്നിടത്തോളം കാലം ഇവർക്കൊരിക്കലും മുഹമ്മദ് നബിയെ സംബന്ധിച്ച് പറയാൻ കഴിയില്ല. ക്രൈസ്തവ ജനത ഒരൊറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ക്രൈസ്തവ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ മുസ്ലിം പണ്ഡിതനാണെങ്കിലും അതിനു മുമ്പിൽ ചൂളിപ്പോകും. സാധാരണ രീതിയിൽ ക്രിസ്ത്യാനികളുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, മുഹമ്മദ് നിങ്ങൾ പറയുന്ന പോലെ നബി തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷെ മുഹമ്മദ് എത്ര വർഷം വരെ ജീവിച്ചിരുന്നു? 63 വയസ്സ് വരെ. അതിനുശേഷം എന്താ സംഭവിച്ചത്? മരിച്ചുപോയി. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ പറയുന്ന ഈസാ നബി, അദ്ദേഹം എവിടെയുള്ളത്? അദ്ദേഹം ആകാശത്ത്. എത്ര വർഷമായി? 2000 വർഷമായി. ദൈവം പ്രത്യേകമായ പരിഗണന നൽകിയിരിക്കുന്നു. നിങ്ങളുടെ മുഹമ്മദിനെ കുറിച്ച് എത്ര വട്ടം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്? 4 പ്രാവശ്യം. ഞങ്ങളുടെ ഈസായെ കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്? 28 പ്രാവശ്യം. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ എണ്ണി മുസ്ലിങ്ങളുടെ മുമ്പിൽ വെക്കുമ്പോൾ മുസ്ലിം പണ്ഡിതന്മാർക്ക് മറുപടിയില്ല. ഈ അടുത്ത കാലത്ത് മൗലവി സുലൈമാൻ എന്ന് പറയുന്ന ഒരാള് MFB കാരനാണ്, മൗലവി ഫാസിൽ, ക്രൈസ്തവ മതം സ്വീകരിച്ചു. അയാള് ഒരു ദീർഘകാലം നബി തിരുമേനിയുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ടിരുന്ന മുസ്ലിം കുടുംബത്തിൽപ്പെട്ടയാളാണ്.
ഇന്ന് അതേ നാവ് കൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്ന, ധിക്കരിക്കുന്ന ആളായി മാറി. മൗലവി ഫാസിലാണ്, മദ്രസയിൽ പഠിച്ചതാണ്. അയാളുടെ ചരിത്രം ക്രൈസ്തവരുടെ മുമ്പിൽ വിവരിക്കുന്നത് വീഡിയോസ് ഉണ്ട്. ഇവിടത്തുകാരായ മിക്ക യുവാക്കളുടെയും, മതവുമായി ബന്ധമുള്ള യുവാക്കളുടെയും മൊബൈലുകളിൽ അത് കാണാം. അപ്പോ വലിയ വലിയ മുസ്ലിം കുടുംബത്തിൽ പിറന്ന വലിയ വലിയ മൗലാനമാരുടെ മക്കളുകൾ പോലും ഇന്ന് ക്രൈസ്തവ വലയത്തിലാണ് ഉള്ളത്. ഈ ചുറ്റുപാടിലാണ് ഞാൻ പറഞ്ഞത് 1000 പേജുള്ള ഒരു പുസ്തകം റവറന്റ് തെറ്റയിൽ എഴുതിയത്, കോഴിക്കോട്ടുകാരനാണ്, എന്റെ കൈവശമുണ്ട്. അയാളുടെ തന്നെ വേറെ പുസ്തകവും എൻ്റെ കയ്യിലുണ്ട്, ഇസ്ലാമിനെതിരിൽ. അപ്പൊ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിലോ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിക്കെതിരിലോ ഏതെങ്കിലും പുസ്തകം എഴുതപ്പെട്ടാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അഹമ്മദികളെ സംബന്ധിച്ചിടത്തോളം അതിനൊരു വിലയും നൽകാറില്ല. പിന്നെ പാവപ്പെട്ട, ഞങ്ങളുടെ സന്ദേശം അധികം എത്താത്ത മുസ്ലിം സഹോദരന്മാർക്കിടയിൽ അല്പകാലത്തേക്ക് താൽക്കാലികമായിട്ട് അത് തടഞ്ഞു നിർത്താൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ വിദൂര ഭാവിയിൽ ഒരിക്കലും അതിനെ നിങ്ങൾക്ക് തടഞ്ഞു നിർത്താൻ കഴിയുകയില്ല. ഈ അടുത്ത ഭാവിയിൽ കുറച്ചു നേരത്തേക്ക് കുറെ ആൾക്കാരെ തടഞ്ഞു നിർത്താൻ കഴിയും, പക്ഷെ അത് അധികകാലം നിലനിൽക്കുകയില്ല. മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി അലൈഹിസ്സലാം വന്ന ആ കാലഘട്ടം, ആ കാലഘട്ടത്തെ സംബന്ധിച്ച് മുസ്ലിം നേതാക്കന്മാർ, മുസ്ലിം പണ്ഡിതന്മാർ സവിസ്തരം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്തെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് മുസ്ലിങ്ങളുടെ ശോചനീയ അവസ്ഥയാണ്. മുസ്ലിങ്ങൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം പാരമ്പര്യമായിട്ട് വന്ന അറിവുകളിൽ മാത്രം നിലകൊള്ളുന്ന ഒരു കാലമായിരുന്നു അത്. ആധുനിക വിദ്യാഭ്യാസപരമായിട്ട് ഇന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ശോചനീയാവസ്ഥയാണ്. അപ്പൊ 100 വർഷത്തിന് മുമ്പുള്ള കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുതിയ അറിവുകൾ പഠിക്കാനോ അതനുസരിച്ച് ഖുർആനിക ജ്ഞാനങ്ങൾ വിവരിക്കാനോ അത് വെച്ചുകൊണ്ട് ഇവിടത്തെ വർഗീയ പക്ഷപാതികളായ ഹൈന്ദവർക്കും ഇതുപോലെ തന്നെ ഇസ്ലാമിന്റെ വിരോധികളായ ക്രിസ്ത്യാനികൾക്കും മറുപടി പറയാനോ മുസ്ലിം ആലിമീങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു 100 വർഷങ്ങൾക്ക് മുമ്പ്. ഹിജ്റ 14-ാം നൂറ്റാണ്ടിന്റെ തലയ്ക്കൽ മുസ്ലിങ്ങൾ ക്രൈസ്തവരായിക്കൊണ്ട് ഇസ്ലാമിനെതിരിൽ ആക്രമണം നടത്തിയിരുന്ന കാലമായിരുന്നു അത്. അജ്മീർ ഷരീഫ് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഈ അജ്മീർ ഷരീഫിലെ ജാമിയ മസ്ജിദിലെ ഖതീബായിരുന്ന ഇമാദുദ്ദീൻ ക്രൈസ്തവ മതം സ്വീകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ശക്തമായ നിലയിൽ പ്രവർത്തിച്ചിരുന്ന കാലമായിരുന്നു അത്. അജ്മീർ ഷരീഫിലെ ജാമിയ മസ്ജിദിന്റെ ഖതീബിന്റെ കാര്യമാണ് ഞാനീ പറയുന്നത്. അതുപോലെ തന്നെ നിരവധി മുസ്ലിം പണ്ഡിതന്മാര് അവർ പേര് പോലും മാറ്റാതെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. അതുപോലെ ഹൈന്ദവരും മുസ്ലിങ്ങൾക്കെതിരിൽ ശക്തമായി ആക്രമണം നടത്തിയ കാലമായിരുന്നു അത്. സേവാജി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ രാജാ ജയ്സിംഗിന് എഴുതിയ ഒരു കത്തിൽ അക്കാലത്ത് പറഞ്ഞു, 14-ാം നൂറ്റാണ്ടിന്റെ തലയ്ക്കൽ നടക്കുന്ന സംഭവമാണ്, ഇന്നേക്ക് 100 വർഷം മുമ്പ്. ഇതൊരാളുടെയല്ല, മുഴുവൻ സമൂഹത്തിന്റെ അവസ്ഥയാണ്. അദ്ദേഹം പറഞ്ഞു, എന്റെ വാള് മുസ്ലിങ്ങളുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. അഹോ കഷ്ടം, ഈ വാൾ എനിക്ക് ഒരു നടപടി നടപ്പിൽ വരുത്തുന്നതിന് വേണ്ടി പുറത്തെടുക്കേണ്ടി വരികയാണ്. അത് മുസ്ലിങ്ങളുടെ തലയിൽ ഇടുത്തി പോലെ പതിക്കേണ്ടതാണ്. അവർക്ക് ഒരു മതവുമില്ല,
നീതി നിർവഹണവും അറിയുകയില്ല. ഇടിമുഴങ്ങുന്ന മേഘങ്ങളെ പോലുള്ള എൻ്റെ സൈന്യം മുസ്ലിങ്ങളുടെ മേൽ വാളുകളുടെ രക്തമഴ പെയ്യിക്കും. തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള എല്ലാ മുസ്ലിങ്ങളും രക്തത്തിന്റെ ഒഴുക്കിൽ ഒലിച്ചു പോകും. ഒരു മുസ്ലിമിന്റെ അടയാളം പോലും ഇന്ത്യയിൽ കാണുകയില്ല. ഹിന്ദു നേതാക്കന്മാര് അന്ന് പ്രസംഗിച്ചിരുന്നതാണ്. സേവാജി എന്ന ഉറുദു പുസ്തകം പേജ് 444 നിങ്ങൾക്കിത് വായിക്കാം. ഈ കത്ത് രേഖപ്പെടുത്തിയതിന് ശേഷം മിസ്റ്റർ AK സൂര്യ BA LLB വക്കീൽ പറയുന്നു, സേവാജിയുടെ ഈ വാക്കുകൾ അതിന്റെ തനി നിറം പ്രകടിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്ത് ഈ രാജ്യത്തിന്റെ പൊതുവായ മതം ഹിന്ദു ധർമ്മമാക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉദ്ദേശ്യം മുസ്ലിങ്ങളെ വാളുകൾക്കിരയാക്കി അവരുടെ പേരും അടയാളവും ഇല്ലാതാക്കുക എന്നതായിരുന്നു. അപ്പൊ മുസ്ലിങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടന്നിരുന്നത്. ബാഹ്യമായ നിലയിൽ ബാഹ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കറിയാം, ആര്യ സമാജക്കാരെ രംഗത്ത് വന്നു. പണ്ഡിറ്റ് ദയാനന്ദ സരസ്വതി ആര്യ സമാജം രൂപീകരിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കൊണ്ടുവന്ന കാലമായിരുന്നു അത്. അങ്ങനെ ഹിന്ദു പണ്ഡിതന്മാര് ഇസ്ലാമിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിരുന്ന ആ കാലം. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് നോക്ക്, ഡോക്ടർ ബൈറോസ് എന്ന ക്രിസ്ത്യൻ മഷൂർ പറയുന്നു, ഇനി ഞാൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ക്രൈസ്തവ മതത്തിന്റെ നിത്യേനയുള്ള അഭിവൃദ്ധിയെ കുറിച്ച് പറയുകയാണ്. ഈ അഭിവൃദ്ധിയുടെ ഫലമായി കുരിശിന്റെ തിളക്കം ഒരു ഭാഗത്ത് ലബനോനിൽ പ്രശോഭിക്കുന്നുവെങ്കിൽ മറുഭാഗത്ത് പേർഷ്യൻ കൊടിമുടികളും നദികളും അതിന്റെ പ്രകാശത്താൽ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തിന്റെ മുന്നോടിയാണിത്. കാഹറയിലും ടെഹ്റാനിലും യേശു മസീഹിന്റെ സേവകർ പാർക്കുന്നത് കാണാൻ ഇനി എത്രയും വേഗം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുരിശിന്റെ തിളക്കം അറേബ്യൻ മരുഭൂമിയുടെ നിശബ്ദതയെ കീറിമുറിച്ച് ദൈവമായ യേശു മസീഹിന്റെ അനുയായികൾ മുഖേന മക്കയിലും പ്രത്യേകിച്ച് കഅബയിലെ ഹറമിലും പ്രവേശിക്കും. അവസാനം അവിടെ യേശുവിന്റെ നിത്യജീവന്റെ സാക്ഷ്യം വിളിച്ചറിയിക്കപ്പെടുന്ന ആളുകൾ ഉണ്ടാവും. ഇത് വേറൊരു ഭാഗത്ത്. ബോംബെയിൽ ഫാദർ റവറൻഡ് ലഫ്രോയ് വന്നു. ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടപ്പിൽ വരുത്തി. ബോംബെയിൽ നിന്നുകൊണ്ട് വലിയ ഒരു സദസ്സിനെ സംബോധന ചെയ്ത് അയാൾ പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് ഇസ്ലാം മതത്തിന്റെ വേരറുക്കപ്പെടുന്നതാണ്. ഒരു മുസൽമാനും ഇവിടെ ഇല്ലാത്ത വിധം ഞങ്ങളുടെ പ്രവർത്തനം ശക്തമായിക്കൊണ്ട് എന്ന് മാത്രമല്ല, കഅബയിൽ ക്രിസ്തു മതത്തിന്റെ പതാക നാട്ടുന്ന കാലം വിദൂരമല്ല എന്നും അയാൾ പറഞ്ഞു. അഷ്റഫ് അലി ഥാനവി എഴുതിയ ഉറുദു തഫ്സീറിന്റെ മുഖവുരയിൽ ഈ ഉദ്ധരണി കൊടുത്തുകൊണ്ട് അദ്ദേഹം പറയുന്നു, അഷ്റഫ് അലി ഥാനവി അഹമ്മദി മുസ്ലിം അല്ല, ഖാദിയാനി അല്ല. അഷ്റഫ് അലി ഥാനവി പറയുകയാണ്, ഫാദർ റവറൻഡ് ലഫ്രോയുടെ ഈ ശബ്ദം കേട്ടപ്പോൾ ഖാദിയാനിൽ നിന്ന് മൗലവി ഗുലാം അഹമ്മദ് എഴുന്നേൽക്കുകയും ലഫ്രോയുടെ പിന്നാലെ കൂടുകയും വിലായത്ത് വരെ അദ്ദേഹത്തെ കൊണ്ടെത്തിക്കുകയും ചെയ്തുവെന്ന് അഷ്റഫ് അലി ഥാനവി പറയുന്നു. അങ്ങനെ ക്രൈസ്തവ മതം ഒരു ഭാഗത്ത്, ഹൈന്ദവം ഒരു ഭാഗത്ത്. ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യുന്ന ആ സന്ദർഭത്തിൽ ഇസ്ലാമിനെ ഇസ്ലാമിനെതിരുള്ള ആക്ഷേപത്തിന് മറുപടി പറയാൻ പറ്റാതെ മുസ്ലിം ഉലമാക്കൾ നട്ടം തിരിയുന്ന ആ സമയത്താണ് മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാം ബറാഹീനെ അഹമ്മദിയ എന്ന ഒരു ഗ്രന്ഥം രചിക്കുന്നത്. അതില് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും സത്യം രേഖപ്പെടുത്തിക്കൊണ്ട്
300 തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ചലഞ്ച് ചെയ്തു. ഏതെങ്കിലും ഒരു ആക്ഷേപം ഖണ്ഡിക്കാൻ ഏതെങ്കിലും ഒരു ഹൈന്ദവ പുരോഹിതന് സാധിക്കുമോ? ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ഞാൻ എഴുതിയിരിക്കുന്ന ഈ 300 തെളിവുകൾ ഖണ്ഡിക്കാൻ സാധിക്കുമോ? ഉണ്ടെങ്കിൽ രംഗത്ത് വരിക. ആർക്കും വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇസ്ലാം മതം ശോഷിച്ച് അത് ഈ ചക്രവാസം വലിക്കുന്ന, മരണവായു വലിക്കുന്ന ആ ഘട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനെ എഴുന്നേൽപ്പിച്ചുകൊണ്ടാണ് അതിന് വീണ്ടും ജന്മം നൽകിയെന്ന കാര്യം മറക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് മൗലവി മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി, ജമാഅത്തിന്റെ പിൽക്കാലത്ത് ശത്രുവായി തീർന്ന വഹാബിസത്തിന്റെ തലമുതിർന്ന നേതാവായ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന നേതാവായ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം 1880 രചിച്ച ഈ ബറാഹീനെ അഹമ്മദിയയെ കുറിച്ച് ഒരു നിരൂപണം എഴുതി. അതിൽ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കുക. എന്റെ അഭിപ്രായത്തിൽ ഈ ഗ്രന്ഥം ഇന്നത്തെ സ്ഥിതിഗതികൾ മുൻനിർത്തി നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഹൈന്ദവർ ഇസ്ലാമിന്റെ മേൽ ആക്രമണം നടത്തുന്നു, മറുഭാഗത്ത് ക്രിസ്ത്യാനികൾ ആക്രമണം നടത്തുന്നു. ഇങ്ങനെയുള്ള സ്ഥിതിഗതികൾ മുൻനിർത്തി നോക്കുമ്പോൾ ഇതുവരെ ഇസ്ലാമിൽ പ്രസിദ്ധീകൃതമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് തുല്യതയില്ലാത്തതാണ്. 1300 വർഷമായി ഇതുപോലെ ഒരു ഗ്രന്ഥം രചിക്കപ്പെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്താണ്? ഹമാരി റായേ മേ യേ കിതാബ് ഇസ് ജമാനെ മേ മൗജൂദാ ഹാലത്ത് की नजर से ऐसी किताब है जिसकी नदीर आज तक इस्लाम में तालीफ नहीं हुई. അതിന്റെ അർത്ഥമാണ് ആദ്യം ഞാൻ കേൾപ്പിച്ചത്. എന്റെ അഭിപ്രായത്തിൽ ഈ ഗ്രന്ഥം ഇന്നത്തെ സ്ഥിതിഗതികൾ മുൻനിർത്തി നോക്കുമ്പോൾ ഇതുവരെ ഇസ്ലാമിൽ പ്രസിദ്ധീകൃതമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് തുല്യതയില്ലാത്തതാണ്. ഭാവിയെ സംബന്ധിച്ച് പറയുക സാധ്യമല്ല. ഇതിന്റെ കർത്താവ്, അതായത് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം, കഴിഞ്ഞുപോയ മുസൽമാന്മാരിൽ തുല്യത കാണാൻ കഴിയാത്ത വിധം പണം കൊണ്ടും ദേഹം കൊണ്ടും പേന കൊണ്ടും നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ജീവിത രീതി കൊണ്ടും ഇസ്ലാമിന് സേവനം ചെയ്യുന്നതിൽ സ്ഥൈര്യമുള്ള ആളാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇസ്ലാമിന് സേവനം ചെയ്യുന്ന ആളാണെന്ന്, സ്ഥൈര്യമുള്ള ആളാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. എന്നിട്ട് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറയുകയാണ്, പിൽക്കാലത്ത് മിർസ സാഹിബിന്റെ വലിയ ശത്രുവായി തീർന്ന അദ്ദേഹമാണ് 10-250 ആളുകളുടെ കുഫർ ഫത്വ വാങ്ങിയിട്ട് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനിക്ക് കുഫർ ഫത്വ നൽകിയത്. ആ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ആദ്യം ബറാഹീനെ അഹമ്മദിയ മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി രചിച്ചപ്പോൾ പറയുകയാണ്, എന്റെ ഈ വാക്യങ്ങൾ ഏഷ്യൻ അതിശോക്തിയായി ആരെങ്കിലും കരുതുന്നുവെങ്കിൽ അവർ ഇസ്ലാമിന്റെ ശത്രുക്കളെ, പ്രത്യേകിച്ചും ആര്യ സമാജക്കാരെയും ബ്രഹ്മസമാജക്കാരെയും ഇത്ര ശക്തിമത്തായ നിലയിൽ ചെറുത്ത ഒരൊറ്റ ഗ്രന്ഥമെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരട്ടെ. ഹൈന്ദവര് ഗ്രന്ഥങ്ങൾ എഴുതി ഇസ്ലാമിൽ പ്രസിദ്ധീകരിക്കുന്നു, ക്രൈസ്തവർ പ്രസിദ്ധീകരിക്കുന്നു, പ്രഭാഷണങ്ങൾ നടത്തുന്നു. മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറയുന്നു, ഞാനും പണ്ഡിതൻ തന്നെ, പക്ഷേ എനിക്ക് പോലും അതിന് കഴിയുന്നില്ല. മിർസ സാഹിബ് ചെയ്ത ആ കൃത്യം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരട്ടെ. ഇസ്ലാമിന്റെ സഹായത്തിനായി പണം കൊണ്ടും ജീവൻ കൊണ്ടും പേന കൊണ്ടും നാവ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും സഹായിക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കളെയും ഇൽഹാമിനെ നിഷേധിക്കുന്നവരെയും മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം ബറാഹീനെ അഹമ്മദിയെ തന്റെ ഒരുപാട് ഇൽഹാം എഴുതിയിട്ടുണ്ട്. ആ ഇൽഹാമുകളൊക്കെ ശരിവെച്ചുകൊണ്ടാണ് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി പറയുന്നത്, ഇൽഹാമിനെ നിഷേധിക്കുന്നവരെയും തന്റെ മുമ്പാകെ വന്ന ദൃഷ്ടാന്തങ്ങൾ വീക്ഷിക്കുവാൻ ഇത്ര പൗരുഷത്തോടും ധൈര്യത്തോടും കൂടി വെല്ലുവിളിക്കുകയും അത്തരം ദൃഷ്ടാന്തങ്ങൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ള 2-4 ആളുകളെ എനിക്ക് ചൂണ്ടിക്കാണിച്ചു തരികയും ചെയ്യട്ടെ. ഇശാഅത്ത് സുന്നയിലാണ്. ഇപ്പൊ മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ ആ ഒരൊറ്റ ഗ്രന്ഥം തന്നെ ജനശ്രദ്ധ പിടിച്ചുപറ്റി. ഇന്നത്തെ അവസ്ഥയും അത് തന്നെയാണ്. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അറേബ്യൻ രാഷ്ട്രങ്ങളില് അറബികൾ
ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കാൻ കഴിയാതെ പൊറുതിമുട്ടി നടക്കുകയായിരുന്നു. അഹമ്മദ് ദീദാത്ത്, അതുപോലെ തന്നെ ഒന്ന് രണ്ട് ആളുകളുണ്ട്, അവർ ഇസ്ലാമിനെ പ്രബോധിക്കുന്നു എന്ന് അവകാശപ്പെടാറുണ്ട്. ഈ അഹമ്മദ് ദീദാത്തിനെ കുറിച്ചിട്ട് ക്രിസ്ത്യാനികൾ എഴുതിയ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇത് മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനിയുടെ വാദമാണ് അഹമ്മദി ദീദാത്ത് മുന്നോട്ട് വെക്കുന്നതെന്നാണ്. ഒരിക്കലും അഹമ്മദിയ ആശയങ്ങൾക്കല്ലാതെ ക്രൈസ്തവ ആശയത്തെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. ക്രിസ്ത്യാനികൾ മലയാളത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അഹമ്മദ് ദീദാത്ത് അഹമ്മദികളുടെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് എന്ന്. മുസ്ലിങ്ങൾക്ക് ഒരിക്കലും പ്രതിരോധിക്കാൻ സാധ്യമല്ല. നിങ്ങൾ നോക്ക്, എത്ര ശക്തമായ നിലയിലാണ് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി തന്റെ വാദം നമ്മളുടെ മുമ്പിൽ വെക്കുന്നത്. അപ്പൊ ഈ ഒരു വീക്ഷണത്തിലൂടെയാണ് നമ്മൾ മിർസാ ഗുലാം അഹ്മദ് ഖാദിയാനിയെ കാണേണ്ടത്. ഇനി പ്രവാചകന്മാര് ലോകത്ത് വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. അതിലൊരെണ്ണം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ സംബന്ധിച്ച്, ആ മഹാത്മാവ് സത്യവാനാണെന്നതിനെ സംബന്ധിച്ച് ഒരു കാര്യം മറക്കരുത്. എന്നും ക്രിസ്ത്യാനികൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നഊദു ബില്ലാഹ് കള്ളനാണെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ 1000-ഓളം പേജ് വരുന്ന പുസ്തകം എൻ്റെ ഇരിക്കുന്നു. പക്ഷെ വിശുദ്ധ ഖുർആൻ ആ മഹാത്മാവിന്റെ സാക്ഷ്യം പറയുന്നു. എന്താ പറഞ്ഞത്? ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. സൂറ യൂനുസ് 17-ാമത്തെ വചനം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കളവാക്കുന്നവരോട്, തന്നെ നിഷേധിച്ചവരോട് പറയുകയാണ്, ഇതിനു മുമ്പേ ലബിസ്തു ഫീകും, ഒരു ദീർഘകാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ടും നിങ്ങൾ കാര്യം ഗ്രഹിക്കുന്നില്ലേ? 40 വർഷം വരെ നിങ്ങളുടെ ഇടയിലാണല്ലോ ഞാൻ ജീവിച്ചത് ഈ മക്കയിൽ. 25-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. ഹദരത്ത് ഖദീജയെ ഞാൻ വിവാഹം കഴിച്ചു. അങ്ങനെ വൈവാഹിക ജീവിതം 15 വർഷം. എനിക്കത് അല്ലാഹു മക്കളെ തന്നു. ഞാൻ കച്ചവടം ചെയ്തു. ഖദീജയുടെ ആ സമ്പത്തുകൾ, അവരുടെ ആ സാധന സാമഗ്രികൾ ഷാമിലും മറ്റും പോയി ഞാൻ കച്ചവടം ചെയ്തു കൊണ്ടുവന്നു. എന്റെ സത്യസന്ധത, എന്റെ വിശ്വസ്തത, ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ഖദീജ ഇങ്ങോട്ട് സന്ദേശം അയച്ചത് തന്നെ വിവാഹം കഴിക്കാൻ. നിങ്ങൾ എന്നെ അൽ അമീൻ എന്ന് വിളിച്ചില്ലേ? കഅബ പുതുക്കപ്പണിയുന്ന ഘട്ടത്തിൽ ഹജർ അസ്വദ് ആര് വെക്കണമെന്നതിനെ കുറിച്ച് തർക്കമുണ്ടായപ്പോൾ നിങ്ങൾ എന്നെയല്ലേ തിരഞ്ഞെടുത്തത്? ഞാനല്ലേ നിങ്ങൾക്ക് സമാധാന സമ്പൂർണമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതെങ്ങനെ വെക്കണമെന്ന് പഠിപ്പിച്ചത്? 40 വർഷക്കാലം നിങ്ങളുടെ ഇടയിൽ ഞാൻ ജീവിച്ചു. നിങ്ങൾ എന്നെ സത്യസന്ധൻ എന്ന് പറഞ്ഞു. ഒരു കളവ് പോലും നിങ്ങൾ കണ്ടില്ല. അവസാനം ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോഴത്തേക്ക് അല്ലാഹ് എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ നിഷേധിക്കുന്നു. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? പറഞ്ഞു, ഇവൻ ജ്യോതിഷക്കാരനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത് ഇവൻ ജ്യോതിഷക്കാരനാണ്, ഇവൻ കവിയാണ്, ഇവൻ മജ്നൂൻ ഭ്രാന്തനാണ്, ഇവൻ കസ്സാബ് പെരും കള്ളനാണ്. ഇതൊക്കെ നിങ്ങൾ പറഞ്ഞത് ഇപ്പോഴാ, 40 വയസ്സിന് ശേഷം. 40 വയസ്സ് വരെ അൽ അമീൻ എന്ന് പറയുന്ന ആ നാവാണ് ഞാൻ നബിയാണെന്ന് പറഞ്ഞപ്പോൾ പറയുന്നത് ഈ കസ്സാബാണ്. എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? ആദ്യമേ കളവ് പറയുന്ന ശീലമായിരുന്നുവെങ്കിൽ ഇവിടെ എത്രയോ ആളുകളുണ്ട്. നിങ്ങൾക്ക് പറയാമായിരുന്നു ഇത് കളവ് പറഞ്ഞതാണ്. ആദ്യം മുതൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തെ പരിശുദ്ധമാക്കി വെച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. ഒരുപാട് ഇടപെടലുകൾ ഞാൻ നടത്തി, അതിലൊക്കെ എന്നെ നിങ്ങൾ വിശ്വസ്തനായി കണ്ടു. അപ്പോൾ അള്ളാഹുവിനെ വിശ്വസിക്കാൻ പറയുമ്പോൾ നിങ്ങൾ എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. എന്നാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതകാലത്ത് അവരോട് കാണിച്ച ഓരോ സംഗതികളും അവർക്ക് സത്യമായ നിലയിൽ മനസ്സിലായിരുന്നു.
അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ. മക്കയിലെ ജനങ്ങൾ പറഞ്ഞു, ഏ മുഹമ്മദ്, നിന്നിൽ നിന്ന് സത്യമല്ലാത്തൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. എന്നാലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തിരുമേനിയെ നുബുവത്ത് പദവി നൽകി അനുഗ്രഹിച്ചപ്പോൾ ഫഇന്നി നദീറും ബൈന യദൈ അദാബിൻ ശദീദ്, ഞാൻ നബിയായി വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഭയാനകമായ ശിക്ഷ വരാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്വന്തം പിതൃവ്യനാണ് പറഞ്ഞത്, ബാപ്പാടെ അനുജനാണ് പറഞ്ഞത്, തബ്ബല്ലക്, നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന്. എന്താ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എന്താ നബി വന്നാൽ പറയുന്നത്? ആരുടെയെങ്കിലും വസ്തുക്കൾ തട്ടിയെടുക്കാൻ പറയുമോ? മദ്യപിക്കാൻ പറയുമോ? വ്യഭിചരിക്കാൻ പറയുമോ? ഇതൊന്നും അല്ലല്ലോ. പറഞ്ഞതൊന്നു മാത്രം, അള്ളാഹുവിലേക്ക് തിരിയുക, അള്ളാഹുവിനെ ആരാധിക്കുക, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇത് കേൾക്കാൻ ഈ ജനങ്ങൾക്ക് സമ്മതമല്ല. അക്കാരണത്താലാണ് തീർത്തത്. അപ്പോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് കാര്യങ്ങൾ നബി തിരുമേനിക്കെതിരിൽ പറഞ്ഞു വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, ഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കസ്സാബ്, ഇവൻ ഒരു വലിയ നുണയനായ മാന്ത്രികനാണ്. നബി തിരുമേനിയെ കുറിച്ച് പറഞ്ഞതാ. പക്ഷെ ഇന്നത്തെ തലമുറക്ക് ഇതൊന്നും അറിയില്ല. അവര് നോക്കുമ്പോ അവര് ജനിച്ചു വീണപ്പോ മുതൽ കേൾക്കുന്നതാണ് മുഹമ്മദ് അള്ളാന്റെ റസൂലാണ്, നമ്മൾ ഇസ്ലാം മതക്കാരാണ്, അതുകൊണ്ട് അവിടെ ജീവിക്കണം. അപ്പൊ ഈ മനസ്സിലുള്ളത് മുഴുവനും മുഹമ്മദ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ വന്നു, നബിയാണെന്ന് പറഞ്ഞു, ജനങ്ങളെല്ലാവരും അദ്ദേഹത്തെ വിശ്വസിച്ചു, അതുകൊണ്ടുണ്ടായിരുന്ന അങ്ങനെയൊന്നും അല്ല. ശരിക്കും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പീഡനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ അനുഭവിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും, വിശ്വാസികൾ അനുഭവിച്ചിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. അതൊന്നും ഇന്ന് മുസ്ലിങ്ങൾക്ക് പരിചയമില്ല. അങ്ങനെ സുഹൃത്തുക്കളും ശത്രുക്കളും ഒരുപോലെ പ്രവാചകവാദത്തിന് മുമ്പെയുള്ള നബിയുടെ ജീവിതം സംശുദ്ധമായിരുന്നുവെന്ന് സമ്മതിക്കുന്നു. നബി തിരുമേനി അതിനുശേഷവും പരിശുദ്ധം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ നുബുവത്ത് വാദം, പ്രവാചകത്വവാദം അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ജനങ്ങൾ ഈ പ്രവാചകന്റെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവായി മാറി. ഈ മാനദണ്ഡം വെച്ചുകൊണ്ട് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ സത്യത്തെ അളക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഹസരത്ത് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം തന്റെ തദിക്റത്തു ഷഹാദത്തൈൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അല്ലാഹു എന്റെ സത്യസാക്ഷ്യം നിങ്ങളിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് തെളിവുകൾ നൽകിക്കൊണ്ട് ചിന്തിക്കാനുള്ള അവസരം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഈ ജമാഅത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന വ്യക്തി, അതായത് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി തന്നെ കുറിച്ച് പറയുകയാണ്, ഈ ജമാഅത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന വ്യക്തി എത്രമാത്രം ദൈവജ്ഞാനമുള്ള ആളാണെന്ന് നോക്കുക. എന്റെ ആദ്യകാല ജീവിതത്തിൽ എന്തെങ്കിലും ദോഷം ചെയ്തിരുന്നതായോ, എന്തെങ്കിലും വഞ്ചന കാണിച്ചിരുന്നതായോ, കളവ് പറഞ്ഞതായോ, ചതി പ്രയോഗിച്ചതായോ കാണിക്കാൻ സാധ്യമല്ല. ഇതാരോടായി പറയുന്നത്? ഇക്കാലത്തുള്ള നമ്മളോടല്ല. മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനിക്കെതിരിൽ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരുന്ന എതിരാളികളോടാണ് പറയുന്നത്. ജാഫർ ഷട്ലിയെ പോലുള്ളവരോടാണ് പറയുന്നത്. മുഹമ്മദ് ഹുസൈൻ ബട്ടാലിവിയെ പോലുള്ളവരോടാണ് പറയുന്നത്. പണ്ഡിറ്റ് ലേഖ്റാമിനെ പോലുള്ളവരാണ് പറയുന്നത്. തന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ കണ്ടു നടന്ന നാട്ടുകാരായ ഖാദിയാൻകാരോടാണ് പറയുന്നത്. എന്താ പറഞ്ഞത്? എന്റെ ജീവിതത്തിൽ ഒരു പോറൽ കാണാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യമേ ഇത്തരം സ്വഭാവമുള്ളയാൾ ഇതും കളവ് പറഞ്ഞതാണെന്ന് ഗണിക്കാമായിരുന്നു. എന്റെ ജീവിത ചരിത്രത്തിൽ എന്തെങ്കിലും വിമർശനം നടത്താൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? कौन है तुम्हें मेरी सिवाने जिंदगी में नुक्ताचीनी कर सके? തന്റെ സമകാലികരായ പണ്ഡിതന്മാരോട്
മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി പറയുക. ഏതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതുപോലെ തന്റെ സംശുദ്ധ ജീവിതം ജനങ്ങളുടെ മുമ്പിൽ പ്രകടിപ്പിച്ചുകൊണ്ട് പറയുന്നു, എന്റെ ജീവിതം ഇതാണ്. ഇതിലേതെങ്കിലും ഒരു പോറൽ കാണിക്കാൻ, ഏതെങ്കിലും ഒരു തെറ്റ് കാണിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ എന്ന് മക്കയിലെ ഖുറൈശികളോടും മുശ്രിക്കുകളോടും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചതുപോലെ ഖാദിയാൻ വാസികളോടും, അതുപോലെ മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനിയെ അടുത്തറിയുന്ന ഓരോ പണ്ഡിതന്മാരോടും മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി ചോദിക്കുകയാണ്, എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞ് നിങ്ങൾ കാണിച്ചു തരിക, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതായി കാണിച്ചു തരിക. ഒരിക്കലും നിങ്ങൾക്ക് കാണിക്കാൻ സാധ്യമല്ല എന്ന ധൈര്യത്തോടു കൂടി അദ്ദേഹം പറയുന്നു. ഇന്ന് വരെ കാണിക്കാനും കഴിഞ്ഞിട്ടില്ല. പറയുന്നു, ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ആദ്യം മുതലേ അവൻ എന്നെ തഖ്വയിൽ നിർത്തി. ചിന്തിക്കുന്നവർക്ക് ഇതൊരു ദൃഷ്ടാന്തമാണ്. ഇത് മാത്രമല്ല, മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം 2 വർഷത്തോളം കോടതിയിൽ ജോലി ചെയ്തിരുന്നു. കോടതിയിലുള്ള ജോലിയെ സംബന്ധിച്ച് നമുക്കറിയാം, പലപ്പോഴും കളവ് പറയേണ്ടുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ ജോലിയിൽ അദ്ദേഹത്തെ അള്ളാഹു നിയമിച്ചത്? കോടതിയിലെ ആളുകളും സാക്ഷി പറയുന്നതിന് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തെ സംബന്ധിച്ച്. അതിനെക്കുറിച്ചും എതിരാളികൾ ആക്ഷേപിക്കാറുണ്ട്, മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി ഗുമസ്തപ്പണി ചെയ്തയാളാണ്. ഗുമസ്തപ്പണി എന്തുകൊണ്ട് ചെയ്തു എന്നവർക്ക് പ്രശ്നമല്ല. ഈസാ നബി അലൈഹി സ്വലാം ആശാരിപ്പണിയാണ് ചെയ്തത്. അതിനേക്കാൾ കുറച്ച് ഡീസന്റ് ഉള്ള പണിയല്ലേ ഈ ഗുമസ്തപ്പണി. എന്തിനാ ആക്ഷേപിക്കുന്നത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ മേയിച്ച് നടന്നില്ലേ, കച്ചവടം ചെയ്തില്ലേ? അപ്പൊ എന്തെങ്കിലും ഒന്ന് ആക്ഷേപം ഉന്നയിക്കുന്നതിന് വേണ്ടി വല്ലതുമൊക്കെ പറയുക എന്നതാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹവുമായി പരിചയപ്പെട്ട മൗലവി ജഫർ അലി സാഹിബ് ഓഫ് സെമീന്ദാറിന്റെ പിതാവായ മൗലവി സിറാജുദ്ദീൻ സാഹിബ് സാക്ഷി പറയുന്നു അദ്ദേഹത്തിന്റെ ജീവിതകാലം. പറയുന്നു, മിർസ ഗുലാം അഹമ്മദ് 1860 1861 സിയാൽകോട്ട് ജില്ലയിൽ ഗുമസ്തനായിരുന്നു. അന്ന് അദ്ദേഹത്തിന് 22 23 വയസ്സുണ്ടാവും. യുവത്വ പ്രായമാണ്. ഞങ്ങൾ ദൃക്സാക്ഷ്യത്തോടെ പറയട്ടെ, യുവത്വത്തിൽ അങ്ങേയറ്റം സ്വാലിഹും മുത്തഖിയുമായ പുണ്യാത്മാവായിരുന്നു അദ്ദേഹം. സെമീന്ദാർ 1908 ജൂൺ 8, അതായത് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം വഫാത്തായപ്പോ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഇത്രമാത്രം പവിത്രമായ ജീവിതം, പരിശുദ്ധമായ ജീവിതം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ പറയുകയാണ്, ഞാൻ അള്ളാഹുവിനെ നബിയായി നിശ്ചയിച്ചിരിക്കുന്നു പറഞ്ഞാൽ സംശയിക്കേണ്ട കാര്യമില്ല. നിഷേധികൾ പലതും പറയും. ഇന്നും ഈ തെളിവ് നിലനിൽക്കുന്നു. 1835 മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാം ജനിച്ചു. 1880 അദ്ദേഹം ബറാഹീനെ അഹമ്മദിയെ എഴുതി. 1885 മുജദ്ദിദാണെന്ന് അദ്ദേഹം വാദിച്ചു. 1889 അദ്ദേഹം അള്ളാന്റെ ഇംഗിത പ്രകാരം ബൈഅത്ത് വാങ്ങി. ഈ ഘട്ടങ്ങളിലൊക്കെ ഈ മുസ്ലിം ലോകത്തിന് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി കണ്ണിലുണ്ണിയായിരുന്നു. അവർക്ക് വേണ്ടി വാദിക്കുന്ന, ഇസ്ലാമിനെ സംരക്ഷിക്കുന്ന ഒരു കർമ്മഭടനായിരുന്നു. എല്ലാ രംഗത്തും മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനിയാണ് വാദപ്രതിവാദത്തിന് വേണ്ടി കൊണ്ടുപോകുന്നത്. ആര്യ സമാജക്കാരാവട്ടെ, ബ്രഹ്മ സമാജക്കാരാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, അവർക്കെതിരിൽ വളരെ മൂർച്ചയുള്ള തെളിവുകൾ വെച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു മുസ്ലിം ഉമ്മ പെറ്റ കുട്ടി ഉണ്ടായിരുന്നുവെങ്കിൽ അത് മിർസ ഗുലാം അഹ്മദുൽ ഖാദിയാനി മാത്രമായിരുന്നു. ഒരു പണ്ഡിതനും ക്രൈസ്തവ സമൂഹത്തിന് മുമ്പിൽ നിൽക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഒരു പണ്ഡിതനും ഹൈന്ദവ പണ്ഡിറ്റുകളുടെ മുമ്പിൽ നിൽക്കാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അക്കാലഘട്ടത്തിലാണ് ബറാഹീനെ അഹമ്മദി എഴുതിയത്. ആ സമയത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 1891 ആ വർഷമാണ് അല്ലാഹു സുബ്ഹാനഹു തആല ആ മഹാത്മാവിനെ അറിയിച്ചു. പണ്ട് വന്ന ഈസാ അലൈഹിസ്സലാം ഉണ്ടല്ലോ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നു എന്ന് മുസ്ലിം ഭൂരിപക്ഷം വിശ്വസിക്കുന്നു.
അദ്ദേഹം ജീവിച്ചിരിക്കുന്നുവെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു. ലോക ജനസംഖ്യയിൽ 3/4 വിശ്വസിക്കുന്നത് ഈസ ജീവിച്ചിരിക്കുന്നു എന്നാണ്. എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ആ ഈസ മരിച്ചുപോയി. ആ ഈസയുടെ സ്ഥാനത്ത് നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്നു. 1891 1835 മുതൽ 1890 വരെ മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി മുസ്ലിം ലോകത്തിന് കണ്ണിലുണ്ണിയായിരുന്നുവെങ്കിൽ 1891 പിറക്കുമ്പോൾ അദ്ദേഹം ലോകത്തെ വൻ കാഫിറായി മാറി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് നാവുകൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്രമാത്രം സേവനം ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല. അദ്ദേഹം എന്റെ സഹപാഠിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് എനിക്കറിയാം. എന്നേക്കാൾ കൂടുതൽ മിർസ ഗുലാം അഹമ്മദിനെ കുറിച്ച് അറിയുന്ന ആരുമില്ല എന്ന് മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി എഴുതി. ഈസാ നബി മരിച്ചു പോയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരിൽ നിന്ന് കുഫർ ഫത്വ ശേഖരിച്ചുകൊണ്ട് 250ഓളം പണ്ഡിതന്മാരുടെ കുഫർ ഫത്വകൾ എഴുതി. ഇവൻ പെരും കള്ളനാണ്, ഇവൻ കാഫിറാണ് എന്ന് ജനങ്ങളുടെ മുമ്പാകെ പ്രസംഗിക്കാനും എഴുതാനും തുടങ്ങി. ഏതുപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സ് വരെ എന്താ പറഞ്ഞത്? മാ ജറബ്നാ ഇല്ലാ സിദ്ഖ എന്ന് പറഞ്ഞില്ലേ? മാ ജറബ്നാ അലൈക ഇല്ലാ സിദ്ഖ എന്ന് പറഞ്ഞില്ലേ? സത്യമല്ലാതെ ഒന്നും നിന്നിൽ കാണുന്നില്ല. അതേ നാവ് കൊണ്ട് തന്നെ 41ാമത്തെ വയസ്സാകുമ്പോഴത്തേക്ക് പറഞ്ഞു ഇവൻ പക്കാ കാഫിറാണ്. അപ്പൊ പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവിത പരിശുദ്ധി നോക്കണം, എന്നിട്ട് വേണം സംസാരിക്കേണ്ടത്. ഇന്ന് ഞങ്ങൾക്ക് എഴുതുന്ന ഓരോ ഗ്രന്ഥകാരന്മാരോടും ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ 1891 മുമ്പേ 1891 മുമ്പേ എന്ന് പറഞ്ഞാൽ മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാം മരിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പേ ഏതെങ്കിലും മുസ്ലിം പണ്ഡിതൻ, ഏതെങ്കിലും ക്രൈസ്തവ പണ്ഡിതൻ, ഏതെങ്കിലും ഹൈന്ദവ പണ്ഡിതൻ മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനിക്കെതിരിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരികയും തെളിവ്. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. എന്നാലോ വാദത്തിന് ശേഷം പിന്നെ തോന്നിവാസം പറയാൻ തുടങ്ങും. നബി തിരുമേനിക്കത് പറഞ്ഞ പോലെ തന്നെ 1500 വർഷമായിട്ട് ഇപ്പോഴും തെറ്റയിൽ പറയുന്നത് തന്നെയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് വന്നു, 63ാമത്തെ വയസ്സിൽ വഫാത്തായി. മദീനയിലെ പൂഴിമണ്ണിൽ കബറടക്കപ്പെട്ടു. റൗള ഷരീഫ് അവിടെ ഉണ്ട്, നമുക്കറിയാം. പക്ഷെ 1500 വർഷത്തിന് ശേഷം കേരളക്കരയിൽ നിന്ന് 1000 പേജുള്ള പുസ്തകങ്ങൾ നബി തിരുമേനിക്കെതിരിൽ എഴുതപ്പെടുന്നു എന്നുള്ളതാണ്. 1500 വർഷമായിട്ട് വിടുന്നില്ല. അപ്പൊ മിർസ ഗുലാം അഹമ്മദ് അൽ ഖാദിയാനെ നിങ്ങൾ വിടുവോ? ഇല്ല. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യണമായിരുന്നു, അത് പൂർത്തിയാകണമായിരുന്നു. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് യഹൂദികളെയും ക്രിസ്ത്യാനികളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. ഒരു വ്യത്യാസം ഉണ്ടാവുകയില്ല. അത് കർമ്മപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, വിശ്വാസപരമായ കാര്യങ്ങളിലും വേണം. വിശ്വാസപരമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഈ സാമ്യത ഇവിടെ കാണാൻ കഴിയുന്നു. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഈസാ അലൈഹിസ്സലാം മസീഹായി വാദം പുറപ്പെടുവിച്ചപ്പോൾ യഹൂദികൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഈസാ അലൈഹിസ്സലാം വന്നത്. വറസൂലൻ ഇലാ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേൽ ഗോത്രത്തിന് വേണ്ടി മാത്രം വന്ന പ്രവാചകൻ. സർവലോകാടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികളാക്കിയതാ. അല്ലാഹു പറഞ്ഞത് യഹൂദികൾക്ക് വേണ്ടി മാത്രം വന്ന പ്രവാചകൻ. ആ ഈസാ അലൈഹിസ്സലാം വരുമ്പോൾ ഏത് സമുദായത്തിലേക്കാണോ ഈസാ വന്നത് ആ സമുദായത്തിന്റെ വിശ്വാസമായിരുന്നു ഇല്യാസ് നബി ആകാശത്തേക്ക് പോയിട്ടുണ്ട്, അദ്ദേഹം മടങ്ങി വരണം. അവർ ഈസാ നബിയോട് ചോദിച്ചു. അദ്ദേഹം മസീഹാണ്, മിശിഹാണെന്ന് പറഞ്ഞപ്പോൾ
അക്കാലത്തുണ്ടായിരുന്ന യഹൂദ പണ്ഡിതന്മാര് ഈസാ നബിയുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, നീ മസീഹാണോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ മസീഹാണ്. അവ പറഞ്ഞു, നീ എങ്ങനെയാ മസീഹാകുക? ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നീ മസീഹാകാൻ യാതൊരു സാഹചര്യവുമില്ല. കാരണം മസീഹിന് മുമ്പേ വഴിതെളിക്കുന്നതിന് വേണ്ടി, വഴിതെളിപ്പാനായി ഏലിയാ പ്രവാചകൻ ഇല്യാസ് നബി ആകാശത്തു നിന്ന് ഇറങ്ങി വരണം. ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, തൗറാത്തിൽ എഴുതിയിട്ടുണ്ട്. രണ്ടാം രാജാക്കന്മാർ മറിച്ചു നോക്കുക, അതിൽ ഇല്യാസ് നബി എങ്ങനെയാണ് ആകാശത്തേക്ക് പോയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പഴയ നിയമം അവസാനിക്കുന്ന വചനം, മലാക്കി പുസ്തകത്തിന്റെ അവസാന വചനം, പിന്നീട് ന്യൂ ടെസ്റ്റമെന്റ് തുടങ്ങുകയാണ്. അവസാന വചനം നോക്കാൻ എളുപ്പമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഭയങ്കരമായ നാളുകൾ വരുന്നതിന് മുമ്പേ ഞാൻ ഏലിയാവിനെ അയക്കും എന്നാണ്. സ്വാഭാവികമായും വളരെ വ്യക്തമായ നിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ആവശ്യങ്ങളാണ് ഈസാ നബിയോട് യഹൂദികൾ ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ ഗ്രന്ഥത്തിൽ സദൃശവചനമില്ല, ഉപമാലങ്കാരമില്ല, തുറന്ന നിലയിൽ വ്യക്തമായും പറഞ്ഞു ഏലിയാവ് ആകാശത്തേക്ക് പോയി. ഇവിടെയാണല്ലോ റഫേൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുന്നത്. അവിടെ അതൊന്നുമില്ല. തുറന്ന നിലയിൽ യഹൂദികളുടെ കുറ്റം പറയാൻ സാധ്യമല്ല. അവര് പറഞ്ഞു, വ്യക്തമായും പറഞ്ഞു ഏലിയാവ് ആകാശത്തേക്ക് പോയി. സാക്ഷികളുണ്ട്. ഇവിടെ ഈസാ പോയതിന് സാക്ഷിയില്ല. ഏലിയാവ് പോയതിന് ചില സാക്ഷികളെ ബൈബിൾ പറയുന്നുണ്ട്. വരുമെന്നതും അവരൊക്കെ. അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാമിനടുത്ത് വന്നപ്പോ ഈസാ നബി കുടുങ്ങിപ്പോയി. വരൂ ചോദിച്ചപ്പോ മിശിഹായിക്ക് മുമ്പ് ഏലിയാവ് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഏലിയാവ് വന്നു, ഇല്യാസ് വന്നിരിക്കുന്നു. അപ്പൊ ചോദിച്ചു, ആരാ? അപ്പൊ പറഞ്ഞു, സക്കരിയാവിന്റെ മകനായ യഹിയയാണ് ഏലിയാവായി കൊണ്ട് എനിക്ക് മുമ്പേ വഴിതെളിപ്പാൻ വന്നിട്ടുള്ളത്. പോരെ പൂരം. ഉടനെ അവര് പറഞ്ഞു, സക്കരിയാവിന്റെയും ഹന്നയുടെയും മകനായ യഹിയ അല്ല, യാസീന്റെ മകനായ ഇല്യാസാണ് ഞങ്ങൾക്ക് വരേണ്ടത്. അത് ആകാശത്ത് നിന്നാണ് വരേണ്ടത്. ഇന്ന് ചില വിവരമില്ലാത്ത ആൾക്കാർ ചോദിക്കാറുണ്ട്, മറിയമിന്റെ മകനായ ഈസാ വരുമെന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന ഹദീസുകളിൽ പറഞ്ഞിരിക്കുന്നത്. മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ ഉപ്പാന്റെ പേര് മിർസാ ഗുലാം മുർത്തല എന്നാണ്, ഉമ്മാന്റെ പേര് ചിരാഗ് ബിബി എന്നാണ്. മിർസാ ഗുലാം മുർത്തലയുടെയും ചിരാഗ് ബിബിയുടെയും മകൻ എങ്ങനെയാണ് ഈസാ നബി ആകുന്നത്? അത് നിങ്ങൾക്ക് മനസ്സിലാവൂല, മനസ്സിലാകാൻ പാടില്ല. മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ യഹൂദി അല്ലാതാവും. മനസ്സിലായാൽ യഹൂദി അല്ലാതാവും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പാടില്ല. അപ്പൊ ആ ഈസാ നബി തന്നെ വരണം, മറിയമിന്റെ മകൻ വരണം. ഇത് തന്നെയാണ് അവർ പറഞ്ഞത്. വെറുതെ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്റെ ഉമ്മത്ത് യഹൂദികളെയും ക്രിസ്ത്യാനികളെയും വരവണ്ണം പിൻപറ്റുമെന്ന്. വിശ്വാസവും അത് തന്നെ. അവര് പറഞ്ഞു ആകാശത്താണ്. ഇന്ന് നോക്ക്, 2000 വർഷം കഴിഞ്ഞു ഈസാ അലൈഹിസ്സലാം വാദിച്ചിട്ട്. അദ്ദേഹത്തിന് കുറച്ച് അനുയായികളുണ്ടായി. 100 വർഷം കഴിഞ്ഞു, പിന്നീട് 100 വർഷം കഴിഞ്ഞു, പിന്നീട് 100 വർഷം കഴിഞ്ഞു. 2000 വർഷമായി. 2000 വർഷത്തിന് മുമ്പെയാണ് മിശിഹ വരേണ്ടത്. അവരുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരുന്നു. ഇന്ന് യഹൂദികള് 45 ലക്ഷമായി ചുരുങ്ങി. അന്ന് ഭൂരിപക്ഷമായിരുന്ന യഹൂദികൾ ഇന്ന് 45 ലക്ഷമായി ഇസ്രായേലിലുണ്ട്. അവര് ചുരുങ്ങി വന്നു. പക്ഷേ ഈസാ നബി അലൈഹിസ്സലാം സത്യവാനായിരുന്നത് കൊണ്ട് ഇന്ന് ലോക ജനസംഖ്യയിൽ പകുതിയിലധികം അദ്ദേഹത്തിന്റെ അനുയായികളാണ്. ശിർക്ക് എന്ന് ആയിക്കോട്ടെ, അത് കാര്യമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികളാണ്. ഈ വസ്തുത അംഗീകരിച്ചേ പറ്റൂ. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി അല്ലാഹു മുഹമ്മദി മസീഹായി അയച്ചു. അദ്ദേഹം ബയ്യത്ത് വാങ്ങിയിട്ട് 124 വർഷം കഴിഞ്ഞു. ഇത് 224 324 424 1000 1500 2000 അന്ന് മുസ്ലിം ഭൂരിപക്ഷം വളരെ ശോചനീയമായി കുറഞ്ഞു പോവുകയും അഹമ്മദിയ ജമാഅത്ത് ഏതുപോലെ ക്രൈസ്തവ ജനത ഇന്ന് പകുതിയിലധികമായോ ലോക ജനസംഖ്യയിൽ പകുതിയിലേറെയായി മാറുമെന്ന കാര്യത്തിൽ ഈ തെളിവ് വെച്ചുകൊണ്ട് എനിക്ക് സമർത്ഥിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നിങ്ങൾ ഖണ്ഡിക്കുക.
അപ്പൊ പ്രവാചകന്മാർ വന്നു കഴിഞ്ഞാൽ എതിരാളികൾ ഉണ്ടാവും, അവരിങ്ങനെ എതിർത്തുകൊണ്ടേയിരിക്കും, അള്ളാന്റെ പണി എടുത്തുകൊണ്ടേയിരിക്കും. ഖാദിയാനിൽ നിന്ന് ഉയർന്ന ആ ശബ്ദം അടിച്ചമർത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അണിനിരന്നില്ലേ? സഅദുല്ലാ ലുധിയാനവി, മുഹമ്മദ് ഹുസൈൻ ബട്ടാലവി, ജാഫർ സട്ലി, ഇവരൊക്കെ ചെറിയ പണ്ഡിതന്മാരാ? അന്നത്തെ പണ്ഡിതന്മാരൊന്നും ഇന്നില്ല. അന്നുണ്ടായിരുന്ന ആ മതബോധമുള്ള പണ്ഡിതന്മാര് ഇന്നില്ല. അവര് മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ ഉറുദു ഗ്രന്ഥങ്ങൾ പൂർണ്ണമായും വായിച്ചിട്ടുള്ളവരായിരുന്നു. ബറാഹീന അഹമ്മദിയ പോലുള്ള ആളുകൾ. ഇന്ന് ഈ ഗ്രന്ഥം എഴുതുന്ന ആളുകൾക്ക് ഉറുദു തന്നെ അറിയുമെന്നറിയില്ല. പണ്ടേ ഇതെവിടെ നിന്ന് തുടങ്ങിയെന്നറിയോ? 1956 ആദ്യമായിട്ട് അഹമ്മദിയ ജമാഅത്തിനെതിരെ പ്രബോധനത്തിൽ ഒരു ലേഖനം വരുന്നത്. 1956. അന്നതിൽ കുറെ ആക്ഷേപങ്ങൾ 2-3 പേജുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് പിന്നീടുള്ള ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെടുന്നത്. അത് തന്നെ ഇത് ഇങ്ങനെ പുതിയ പുതിയ ചട്ടയോടുകൂടി ഇങ്ങനെ പ്രസിദ്ധീകരിച്ചു കൊണ്ടിരിക്കുക. താത്വികമായിട്ട് പുതിയ ആക്ഷേപങ്ങളൊന്നുമില്ല, എല്ലാം പഴയത് തന്നെ. അതൊക്കെ മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ വാദത്തിന് ശേഷം ജനങ്ങൾ പറഞ്ഞുണ്ടാക്കിയതാണ്. അപ്പൊ ശക്തമായ നിലയിൽ മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ ആ വാദം ജനങ്ങളുടെ മുമ്പാകെ അദ്ദേഹം വെച്ചു. അബുൽ ഹസൻ അലി നദവി ഖാദിയാനിയത്ത് എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി. മുജാഹിദ് പണ്ഡിതനായ സുഹൈർ ജുങ്കത്തറ അത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതിന്റെ മുഖവുരയിൽ അദ്ദേഹം സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങളത് മറിച്ചു നോക്ക്. മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി അദ്ദേഹത്തിന്റെ ജീവിത പരിശുദ്ധി കൊണ്ട് ജനങ്ങൾ അദ്ദേഹത്തെ ഒരു ഒലിയാണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയപ്പോഴാണ് മൗലവി നൂറുദ്ദീൻ പറഞ്ഞതനുസരിച്ചിട്ട് വാദിച്ചതെന്ന് അവിടെ വരെ സമ്മതിച്ചു. അപ്പൊ ജനങ്ങളുടെ ഇടയിൽ മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി ഒരു ഒലിയാണെന്നുള്ള ബോധമുണ്ടായിത്തീർന്നു അദ്ദേഹത്തെ സംബന്ധിച്ച്. പക്ഷെ പ്രവാചകനാണെന്ന് വാദിച്ചപ്പോൾ അവരെല്ലാവരും എതിർത്ത് കളഞ്ഞു. മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ ഈ വാദം, അദ്ദേഹത്തിന്റെ മസീഹ് അഥവാ മഹ്ദിവിയത്ത് എന്ന വാദം നമ്മൾ അന്വേഷിക്കണമെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മാനദണ്ഡം, സത്യസാക്ഷ്യത്തിനുള്ള മാനദണ്ഡം വെച്ചുകൊണ്ട് വേണം അളക്കേണ്ടത്. അളവുകോൽ അതായിരിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏത് തെളിവ് നിങ്ങൾ കൊണ്ടുവന്നോ, മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിക്ക് നിങ്ങൾക്ക് എന്ത് തെളിവ് വേണം, ഏത് വേണമെങ്കിലും പറഞ്ഞോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഖുർആൻ എന്തൊക്കെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇതിൽ സൂട്ടായിരിക്കും. കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി, നിശ്ചയമായും ഞാനും എന്റെ റസൂൽമാരും വിജയിക്കുന്നതാണെന്ന് അല്ലാഹു വിധി എഴുതിയിരിക്കുകയാണ്. ഇത്രമാത്രം പണ്ഡിതന്മാര് എതിർത്തു, നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, വധശ്രമം നടത്തി. വലിയ വലിയ പകർച്ചവ്യാധികൾ ഉണ്ടായ ഘട്ടത്തിൽ അത് തന്നെ ബാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ആര്യ സമാജക്കാർ ഒരു ഭാഗത്ത് മിർസാ ഗുലാം അഹ്മദിനെതിരെ, ബ്രഹ്മസമാജക്കാർ വേറൊരു ഭാഗത്ത്, ക്രിസ്ത്യാനികൾ മറ്റൊരു ഭാഗത്ത്, ഇങ്ങനെ ലോകത്തുള്ള ജനങ്ങൾ മുഴുവനും മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിക്കെതിരെ അദ്ദേഹത്തിന്റെ ശബ്ദം ഖാദിയാനിൽ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ച ഘട്ടമുണ്ടായിരുന്നു. ഇന്നെവിടെ പോയി? ഇന്ന് 202 രാഷ്ട്രങ്ങളിൽ മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന അലൈഹിസ്സലാം എന്ന് പറയുന്ന ഒരു വമ്പിച്ച ജനക്കൂട്ടമുണ്ടായി. ആ പണ്ഡിതന്മാരൊക്കെ എവിടെ? ആ പണ്ഡിതന്മാരെപ്പോഴെങ്കിലും സ്മരിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് എന്നെ പോലുള്ള ഈ സാധുക്കളായ ആളുകൾ മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ സത്യസാക്ഷ്യം പറയുമ്പോഴത്തേക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഒരൊറ്റ മുസ്ലിങ്ങളും അവരുടെ നാമം പോലും അറിയില്ല. മുഹമ്മദ് ഹുസൈൻ ബട്ടാലിയെ സംബന്ധിച്ച് 1995 അഹമ്മദിയ ഖലീഫ ഖാദിയാനിൽ വന്നപ്പോ ബട്ടാലയിൽ ഇറങ്ങി അവിടെ ആൾക്കാരെ അയച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടെ നിന്ന് അന്വേഷിക്കുക, മുഹമ്മദ് ഹുസൈൻ ബട്ടാലിയെ ആരെങ്കിലും അറിയുമോന്ന്. പ്രത്യേകം ആളെ നിശ്ചയിച്ചു.
അവര് പോയിട്ട് മുഹമ്മദ് ഹുസൈൻ പട്ടാലവിയെ കുറിച്ചിട്ട് ഒരറിവില്ല, ആർക്കും അറിയില്ല. എന്നാൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇരിക്കുന്ന കറുത്ത ജനങ്ങളുടെ നാവിൻ തുമ്പിൽ മിർസാ ഗുലാമാണെന്ന് കേൾക്കുമ്പോൾ അലൈഹിസ്സലാം പറയുന്നു, പുറത്തു വരുന്നു. അതാണ് സത്യസാക്ഷ്യം എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് കഴിവില്ലാത്തതുകൊണ്ടാ നിങ്ങൾ അഹമ്മദിയത്തിനെ എതിർക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? ഇതിനു മുമ്പ് ഏതെങ്കിലും ജനസമൂഹം ഒരു പ്രവാചകനെതിരിൽ നിൽക്കുകയും ആ പ്രവാചകനെ നശിപ്പിക്കാൻ ഒരുമിടുകയും അങ്ങനെ ആ പ്രവാചകനും അനുയായികളും നശിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെതിരിൽ ശക്തമായ ആക്രമണങ്ങളുണ്ടായി, യുദ്ധങ്ങളുണ്ടായി. ആ മഹാത്മാവിനെ വധിക്കുന്നതിന് വേണ്ടി ഗൂഢാലോചനകൾ നടന്നു, അതിനു വേണ്ടി ശ്രമിച്ചു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹീദായി എന്ന് ധ്വനിക്കും വിധമുള്ള, എന്ന് കരുതും വിധമുള്ള സംഭവം വരുണ്ടായി. എന്നിട്ട് ശത്രുക്കൾ കൊല്ലം ചെല്ലാൻ കഴിഞ്ഞോ? ഇല്ല. സത്യപ്രവാചകന്മാരുടെ കൈവെക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല എഴുന്നേൽപ്പിച്ച ദിവ്യാത്മാവാണ് മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി. അതുകൊണ്ടാണ് വിജയം നൽകിയത്. അന്ന് ഖാദിയാൻ എന്ന് പറയുന്ന ഇട്ടാവട്ടത്ത് മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ഒരു ഹൈന്ദവ പണ്ഡിതനും കഴിഞ്ഞില്ല, ക്രൈസ്തവ പാതിരിക്കും കഴിഞ്ഞില്ല, ഒരു മുസ്ലിം നേതാവിനും കഴിഞ്ഞില്ല. ഇന്ന് 202 രാഷ്ട്രങ്ങളിൽ അഹമ്മദിയ ജമാഅത്ത് പരക്കുകയും ശക്തിമത്തായ രീതിയിൽ തബ്ലീഗ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിൽ മുജാഹിദുകാർ 2 പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ അഹമ്മദിയ ജമാഅത്ത് നശിക്കുമെന്ന് കരുതുന്നത് വിഡ്ഢിത്തം അല്ലെങ്കിൽ മറ്റെന്താണ്? 5 ചാനലുകളാണ് നടത്തുന്നത്, 5 ചാനലുകൾ. അതിൽ പ്രത്യേകിച്ചും MTA അൽ അറബിയ 24 മണിക്കൂറും അറബിയിൽ സംപ്രേഷണം ചെയ്യുന്ന ചാനലാണ്. ബാക്കി 4 ചാനലുകൾ വേറെ. ഈ 5 ചാനലുകളിലും ഒരു പരസ്യമില്ല, ഒരു സിനിമയില്ല, ഒരു സീരിയലില്ല. അവിടെ ഉള്ളത് ഒന്ന് മാത്രമാണ്, ഇസ്ലാമിന്റെ സന്ദേശം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ ജീവിതം. അതിനേക്കാൾ ഉപരി ബനി ഇസ്രായേലിൽ വന്ന ഈസ അലൈഹിസ്സലാം മരിച്ചു പോയിരിക്കുന്നു. ആ സ്ഥാനത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനെ അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ വിശ്വസിക്കാതെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല. ക്രൈസ്തവ പണ്ഡിതന്മാരുടെ ആരോപണങ്ങൾക്ക് അക്കമിട്ട് മറുപടി പറയുന്നു. അറബികൾ എഴുതുന്നു, ഞങ്ങളിൽ പണ്ഡിതന്മാരുണ്ട്, പക്ഷെ പറഞ്ഞിട്ടെന്ത് കാര്യം? ക്രൈസ്തവ പാതിരിമാരെ നേരിടാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു സ്ത്രീ എഴുതി, ക്രൈസ്തവ പാതിരിമാരുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരിലുള്ള ആക്ഷേപം കേട്ട് കരഞ്ഞ് കരഞ്ഞ് ദിനങ്ങൾ കഴിച്ചുകൂട്ടുകയായിരുന്നു ഞാൻ. എനിക്ക് അങ്ങേയറ്റം സങ്കടം തോന്നി. പല അറബികളും ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറാൻ തുടങ്ങി. അത്തരമൊരു ഘട്ടത്തിലാണ് യാദർച്ഛികമായിട്ട് എനിക്ക് MTA അൽ അറബിയ കിട്ടിയത്. എനിക്ക് സമാശ്വാസം ലഭിച്ചു. ക്രിസ്ത്യാനികൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി കിട്ടിയത് അഹമ്മദിയ ജമാഅത്തിലൂടെയാണ്. അവരവസാനം അഹമ്മദിയ ജമാഅത്ത് സ്വീകരിച്ചു. അങ്ങനെ ക്രൈസ്തവ ലോകത്തെ പാതിരിമാരുടെ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തുന്ന ഒരേ ഒരു ചാനൽ MTA അൽ അറബിയയാണ്. അറബികൾ ഇന്ന് നല്ലവണ്ണം ശ്വാസമെടുക്കുന്നുണ്ട്, അവർ അന്തസ്സോടുകൂടി തലപൊക്കി നടക്കുന്നുണ്ട്. ഇതാണ് അഹമ്മദിയ ജമാഅത്ത് ലോകത്തിന് നൽകിയത്. ഇവിടെ ദർശന എന്ന് പറയുന്ന ഒരു ചാനൽ ഉണ്ടാക്കി ലീഗുകാർ. നമ്മൾ വിചാരിച്ച് ഇതുപോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക, പാട്ടും കൂത്തൊന്നും ഉണ്ടാവില്ല, നമ്മളെ പോലെ ഇസ്ലാമിക ചാനലായിരിക്കും. നോക്കുമ്പോൾ അതിലും പാട്ടും കൂത്തും ഒക്കെയാണ്. വലിയ മൗലവി, താടിയുള്ള മൗലവിമാർ വന്നിട്ട് റസൂലുള്ള അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് മാറി ഉടനെ നല്ല മ്യൂസിക്കും പടയണിയും കൊട്ടും കിട്ടുമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിക്കാര് അഹമ്മദിയ ജമാഅത്ത് ചാനൽ തുടങ്ങിയപ്പോൾ പ്രബോധനത്തിൽ എഴുതി അവർ ചാനൽ ഉണ്ടാക്കാൻ പോകുന്നു എന്ന്. ഖലീഫത്തുൽ മസീഹ് റാബി മിർസ താഹിർ അഹ്മദ് പറഞ്ഞു, ചാനലൊക്കെ ഉണ്ടായിക്കോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം, അത് കാണാനുള്ള ആളുകളെ കൂടെ ഉണ്ടാക്കണം. അഹമ്മദികൾക്ക് സിനിമ വേണ്ട, സീരിയൽ വേണ്ട, അവർക്ക് ഇസ്ലാമാണ് വേണ്ടത്. അഹമ്മദികളുടെ ടെലിവിഷൻ മുസ്ലിമാണ്, കാഫിറല്ല.
വമ്പിച്ച വിപ്ലവമാണ് ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവനും അഹമ്മദിയ ജമാഅത്ത് പരന്നു കഴിഞ്ഞു. ഇങ്ങനെ ഒരാളെ ഉയർത്തുകയും ആ ആളെ കൊണ്ട് ലോകം മുഴുവനും ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുകയും ചെയ്യുന്ന അവസ്ഥ ആർക്കാണുള്ളത്? എന്താ അല്ല കണ്ടില്ലേ? കഴിഞ്ഞ 124 വർഷമായിട്ട് നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മിർസാ ഗുലാം അഹമ്മദ് എന്ന് പറഞ്ഞൊരു കള്ളൻ, നൗദുബില്ല, ഇങ്ങനെ വിഹരിക്കുകയാണ്, തന്റെ വാദം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ അംഗസംഖ്യ വളർന്നു വന്നു. അദ്ദേഹം മരിക്കുമ്പോൾ തന്നെ 4 ലക്ഷത്തോളം അനുയായികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന്റെ ജമാഅത്ത് രൂപീകരിച്ചു. കേരളത്തിൽ 52 ജമാഅത്തുകൾ, 52 പള്ളികൾ, 52 സ്ഥലങ്ങളിലും സജീവരായിരിക്കുന്ന അഹമ്മദികൾ ഇസ്ലാമിക പ്രബോധന രംഗത്ത് സജീവരാണ്. എന്ന് മാത്രമല്ല, അഹമ്മദികളുടെ കയ്യിലുള്ള അറിവുകൾക്ക് മുമ്പിൽ മറ്റുള്ളവർ പകച്ചു നിൽക്കുകയാണ്. ഇന്ന് പല പല പത്രമാസികകളും മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെയും അതുപോലെ തന്നെ ഖലീഫമാരുടെയും ലേഖനങ്ങൾ ഒരക്ഷരം പോലും മാറ്റാതെ വെറും പേര് മാറ്റിക്കൊണ്ട് തങ്ങളുടെ പേരിൽ പ്രസിദ്ധീകരിക്കുന്ന ഘട്ടത്തിലേക്ക് മാറി. കാരണം അവർക്ക് അറിവില്ല. ഇസ്ലാം നശിച്ച് ഇല്ലാതാവുകയാണ്. പാകിസ്ഥാനിൽ ഏത് സമയം എന്ത് സംഭവിക്കാം. ഡെയിലി ഞാൻ ഇന്നലെ പറയുണ്ടായി, കുറഞ്ഞത് ആവറേജ് 10 പേരാണ് മരിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും മരിക്കുന്നു. അതുപോലെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ അങ്ങേയറ്റം പീഡനങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, ആകെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഘട്ടത്തിലാണ് ഇവിടെ ജിന്ന് ബാധിക്കോ ഇല്ലേ എന്ന ചർച്ച. ഇസ്ലാം നശിച്ചൊടുങ്ങാൻ പോകുന്നു, അതിനൊരു തീരുമാനമില്ല. അത് നമ്മൾ എങ്ങനെ പ്രതികരിക്കണമെന്നില്ല. റാബിത്തത്തുൽ ആലമി ഇസ്ലാമി ഉണ്ട്, അതിലെ മെമ്പർമാരാണ് ഇവര്. അതിനെന്തെങ്കിലും പറയാനില്ല. ഇവിടെ തമ്മിലടിയാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയലാണ്. ഇവരാണോ ഇസ്ലാമിനെ വിജയിപ്പിക്കാൻ പോകുന്നത്? ഒരിക്കലുമല്ല സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വന്നത്, മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ എല്ലാവരും എതിർത്തു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വിജയം നൽകി. തൽഫലമായി ഇന്ന് ഇസ്ലാമിക പ്രചാരണ രംഗത്ത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, കാഫർ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, എന്ത് പറഞ്ഞാലും വേണ്ടില്ല, ജമാഅത്ത് ഉന്നതമായ നിലയിൽ ഇസ്ലാമിക സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അടുത്തറിയുന്നവർക്കറിയാം. ഇനി നബി വന്നു കഴിഞ്ഞാൽ എന്താ ഇത് അലർജി? എല്ലാവർക്കും വരാം. ശൈത്താനാണെങ്കിൽ ഇവിടെ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും ശൈത്താനിയത്താണ്. റോഡിലൂടെ മര്യാദക്ക് നടക്കാൻ പറ്റുന്നില്ല, വീട്ടിൽ മര്യാദക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, വീടിനുള്ളിൽ വിളിക്കാത്ത അതിഥിയായിട്ടാണ് വരുന്നത്. 4 ഭാഗത്തും ശൈത്താനാണ്. ഒരു നബിക്ക് വന്നുകൂടാ? അല്ല, ഒരു നബി അയക്കൂല. ഇതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? നബി വന്നു കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളുണ്ട്, അത് ചില ആളുകൾക്ക് ദഹിക്കുകയില്ല. ഒന്നാമത്തെ, നബി വന്നാൽ ആദ്യം പറയുന്നത് എന്താണെന്നറിയാവോ? ഈ പൊയ് ദൈവങ്ങളെയൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ദൈവങ്ങളെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹം ഈ നബിയെ അംഗീകരിക്കാൻ തയ്യാറാവുമോ? പ്രത്യേകിച്ച് പണ്ഡിതന്മാര്. അവരുടെ വയറ്റിപ്പിഴപ്പാണ്. മന്ത്രങ്ങളും തന്ത്രങ്ങളും നേർച്ചകളും വഴിപാടുകളും ഇല്ല എങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റൂല. ആ സമൂഹത്തിനടുക്കൽ വന്നിട്ടാ പറയുന്നത് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ, ഇതിനൊന്നും ആരാധിക്കൽ ഇങ്ങനെ ചെയ്യരുത്. അപ്പൊ ആദ്യം എതിർക്കുന്നത് പണ്ഡിതന്മാരായിരിക്കും. പിന്നീട് അവർ പറയും ദൈവത്തെ ഭയന്ന് ജീവിക്കണം, എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം, പാവപ്പെട്ടവരെയും ദരിദ്രരെയും അശരണരെയും സഹായിക്കണം, വ്യഭിചരിക്കരുത്. ഇതൊക്കെ നമ്മൾ നോക്കണം. ഇന്ന് വ്യഭിചാരത്തിന് ഗവൺമെന്റുകൾ ലൈസൻസ് കൊടുത്തുകൊണ്ടിരിക്കുക. അവർക്ക് നല്ലൊരു വരുമാനമാണത്. ബാർ ഹോട്ടലിലൊക്കെ കോടിക്കണക്കിനാണ് കിട്ടുന്നത്. അപ്പൊ വ്യഭിചരിച്ച് നടക്കുന്ന സമൂഹം അവരിത് അംഗീകരിക്കാൻ തയ്യാറാവുമോ നബിയെ? ഒരിക്കലും തയ്യാറാവൂല. സ്വവർഗരതി ചെയ്യരുത്,
അതും ഇപ്പോൾ ഗവൺമെന്റുകൾ അനുവദിച്ചുകൊണ്ടിരിക്കുക. അതിഷ്ടപ്പെടുന്നവർ അവർ നബിയെ എതിർക്കും. ദുർനോട്ടം ചെയ്യരുത്. ഇനി ദുർനോട്ടത്തിന്റെ കാരണത്താൽ എന്തെല്ലാം സംഭവം ഇന്നത്തെ പേപ്പറിൽ നമ്മൾ കണ്ടു. ചെറിയ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളെ, 4ഉം 5ഉം വയസ്സുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് പീഡിപ്പിക്കുന്നത്, കൊല്ലുന്നത്. കാമാസക്തി ഉണ്ടാക്കുന്ന ഒന്നും പറയുകയോ കാണുകയോ ചെയ്യരുത്. ഇതാ നബി പറയുക. അത് നിങ്ങളുടെ ധാർമ്മികതയെ ബാധിക്കുന്നതാണ്. കൈക്കൂലി വാങ്ങരുത്, പിടിച്ചു പറിച്ചെടുക്കരുത്, അന്യന്റെ മുതൽ കൈവശപ്പെടുത്തരുത്, മന്ത്രങ്ങളും തന്ത്രങ്ങളും കൊണ്ട് ജനങ്ങളെ വഞ്ചിക്കരുത്, ജനങ്ങളുടെ മേൽ അക്രമം ചെയ്യരുത്, വിനയത്തോടെ നടക്കണം, മദ്യപിക്കരുത്, ചൂതാട്ടമരുത്, ദൈവത്തെ ഭയന്നുകൊണ്ട് ജീവിക്കുക, അളവ് കൃത്യമായിട്ട് തൂക്കിക്കൊടുക്കണം, മായം ചേർക്കരുത്, കൊല ചെയ്യരുത്, ആരെയും വഞ്ചിക്കരുത്. ഇതൊക്കെയാണ് നബി പറയുന്നത്. ഇതൊക്കെ ആർക്കാ സഹിക്കാൻ കഴിയുക? ഇതൊക്കെ അംഗീകരിക്കുന്ന, ഇതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാൻ തയ്യാറാവുന്ന വിഭാഗമാണ് നബിയെ വിശ്വസിക്കുന്നത്. അല്ലാത്തവർ അദ്ദേഹത്തെ എതിർക്കുകയായിരിക്കും ചെയ്യുക. ചിലര് ഭാഗ്യമായ നിലയിൽ എതിർക്കാൻ തുടങ്ങും, ചിലർ പിന്തുണ കൊടുത്തുകൊണ്ട് എതിർക്കാൻ തുടങ്ങും. മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനി അലൈഹി ഇസ്ലാം വന്നിട്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ച ആ അധ്യാപനങ്ങളാണ് വെച്ചത്. കാരണം അത് ഇന്നില്ല. മുസ്ലിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് അതങ്ങ് പോയി. ഇന്ന് വെറും ചിട്ടകൾ, നാട്ടുസമ്പ്രദായങ്ങൾ, അതിലൊക്കെ ഒതുങ്ങിപ്പോയി മുസ്ലിം സമൂഹം. 1400 വർഷമായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, 1000 വർഷം എന്റെ ഉമ്മത്തിന് മേൽ കളവിന്റെ കാലഘട്ടമാണ്. 1000 വർഷത്തിന് മുമ്പ് കളവ് തുടങ്ങി, 1000 ശേഷം ആ കളവിന്റെ അവസ്ഥ എന്തായിരിക്കും? പണ്ഡിതന്മാരായിരിക്കും എതിർക്കുക. മഹദി ഇമാം വന്നു കഴിഞ്ഞാൽ പണ്ഡിതന്മാരായിരിക്കും എതിർക്കുക എന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആകാശത്തിന് കീഴിൽ നികൃഷ്ട ജീവികളായിരിക്കും അവരെന്ന് പറഞ്ഞു. ഇതെല്ലാം നബി തിരുമേനി പറഞ്ഞു. എന്താണ്? അത്തരം ഘട്ടത്തിലാണ് അല്ലാഹു തആല ഇസ്ലാമിനെ സംരക്ഷിക്കുന്നതിന് ആളെ അയക്കുക. സുശക്തമായ നിലയിൽ ഇസ്ലാമിക പ്രവർത്തനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയെ തിരഞ്ഞെടുത്തു. സംശുദ്ധമായ ജീവിതം അദ്ദേഹത്തിന് നൽകി. ആർക്കും എടുത്തു പറയാൻ പറ്റാത്ത തെറ്റുകൾ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ജീവിതം സംശുദ്ധമാക്കിയതിന്റെ ഫലമായിട്ട് അദ്ദേഹം തന്റെ ജീവിതം അള്ളാന്റെ സഹായത്താൽ നല്ല രീതിയിൽ കൊണ്ടുവന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ടോ എന്തെങ്കിലും കുറ്റം ചെയ്തതായിട്ടോ എതിരാളികൾക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം അല്ലാഹു ഉണ്ടാക്കി. ഇതിനേക്കാൾ കൂടുതൽ എന്താ തെളിവേണ്ടത്? കതബല്ലാഹു ലാ അഗ്ലിബന്ന വറുസുലി, ഞാനും എന്റെ റസൂൽമാരും വിജയിക്കുക തന്നെ ചെയ്യും എന്ന ഖുർആനിക കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ ജമാഅത്ത് വിജയിച്ചുകൊണ്ടേയിരിക്കും. വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ, കള്ളം പറയുന്നതിന്റെ ജീവനാടി ഞാൻ മുറിച്ചു കളയുമെന്നല്ല പറഞ്ഞു. അദ്ദേഹം സാധാരണ രീതിയിലാണ് മരിച്ചത്. അദ്ദേഹത്തിന്റെ ജമാഅത്തിന് അല്ലാഹു വിജയം നൽകി. ഇന്ന് ഏഴോട്ട് നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു സത്യാത്മാവിനെ തിരിച്ചറിയുന്നതിനുള്ള മാനദണ്ഡങ്ങൾ എന്തെല്ലാം ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ ആ ഖുർആൻ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരോട് ചോദിക്കുക. മിർസാ ഗുലാം അഹ്മദുൽ ഖാദിയാനിയുടെ 1891 വരെയുള്ള, അതായത് അദ്ദേഹം ഈസാ നബി മരിച്ചുപോയി എന്ന് പറയുന്നത് വരെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ? ഒരു പ്രവാചകന്റെ പ്രവാചകത്വത്തിന് മുൻപേയുള്ള ജീവിതം പരിശുദ്ധമായിരിക്കും. ഖുർആൻ അത് പറയുന്നു. ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കാൻ അന്നുള്ള പണ്ഡിതന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇന്നുള്ള പണ്ഡിതന്മാർക്ക് കഴിയുമോ? ഒരിക്കലും സാധ്യമല്ല. രണ്ടാമത്തേത്, കതബല്ലാഹു ലാ അഗ്ലിബന്ന അന വറുസുലി, നിശ്ചയമായും ഞാനും എന്റെ റസൂൽമാരും വിജയിക്കും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിജയിച്ചു വന്ന് 202 രാഷ്ട്രങ്ങളിൽ ഒരു ഖലീഫയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. അപ്പൊ ചില ആളുകള്, ഈ വിവരമില്ലാത്ത ആളുകൾ ചോദിക്കാറുണ്ട്,
അതിപ്പോ അമൃതാനന്ദമയ്ക്കും ആളെ കിട്ടുന്നില്ലേ? സായിബാബാക്കും ആളെ കിട്ടിയില്ലേ? അമൃതാനന്ദമയി എന്താ നബിച്ചിയാണെന്ന് വാദിച്ചു? അല്ലെങ്കിൽ സായിബാബ നബിയാണെന്ന് വാദിച്ചു? അള്ള പറഞ്ഞത് എന്റെ പേരിൽ കറ്റുകെട്ടി പറയുന്നവൻ. കറണ്ട് പോയി. ഞാൻ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ എന്ന് തുടങ്ങിയിട്ട് അതിൽ പറയുന്നത് കള്ളപ്രവാചകന്മാരെ നശിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ്. അള്ളാഹു പറയുന്നു, ഞാൻ ആരെയും അത് ഏൽപ്പിച്ചിട്ടില്ല, ഞാൻ തന്നെ അവരെ നശിപ്പിക്കുന്നതായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് എത്ര കള്ളപ്രവാചകന്മാർ വന്നിട്ടുണ്ടോ അവരെല്ലാവരും നശിപ്പിക്കപ്പെട്ടു എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് ഇക്കാലത്തെ മുഹമ്മദി മസീഹായ മിർസ ഗുലാം മുഹമ്മദ് അൽ ഖാദിയാനി അലൈഹിസ്സലാമയെ നശിപ്പിക്കാൻ ഇക്കാലത്തെ മുസ്ലിം പണ്ഡിതന്മാർക്കോ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാർക്കോ സാധ്യമല്ല. കാരണം അദ്ദേഹം സത്യവാനായ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വന്നതാണ്. അവസാനമായി ഞാൻ മൗലാന അബുൽ കലാം ആസാദിന്റെ ഒരു ഉദ്ധരണി കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മിർസ ഗുലാം മുഹമ്മദ് അൽ ഖാദിയുടെ സമകാലികനായിരുന്നു അബുൽ കലാം ആസാദ്. അദ്ദേഹം പ്രശസ്ത പണ്ഡിതനായിരുന്നു. ഖുർആന് ഇംഗ്ലീഷ് വ്യാഖ്യാനം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പാഠകം എന്ന് പറയുന്നത് അദ്ദേഹം അൽ ഹിലാൽ അൽ ബലാഗ് എന്നീ 2 പത്രങ്ങളുടെ എഡിറ്റർ ഒരേ സമയത്തായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. മിർസ ഗുലാം മുഹമ്മദ് അൽ ഖാദിയാനി അലൈഹിസ്സലാം വഫാത്തായപ്പോൾ 1908 വക്കീൽ പത്രത്തിൽ അദ്ദേഹം ഒരു അനുശോചന കുറിപ്പ് എഴുതുകയുണ്ടായി. അതിന്റെ ഉറുദു വിട്ടുകൊണ്ട് എൻ്റെ ചില മലയാള പരിഭാഷ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, മിർസ ഗുലാം അഹമ്മദ് സാഹിബ് ഖാദിയാനിയുടെ വേർപാട് പാഠം പഠിക്കാതിരിക്കത്തക്ക ഒന്നല്ല. മതലോകത്തിനും ബുദ്ധിലോകത്തും പരിവർത്തനം ഉണ്ടാക്കുന്ന അത്തരം ആളുകൾ എല്ലായ്പ്പോഴും ലോകത്ത് വരാറില്ല. മിർസ സാഹിബിന്റെ ഈ ഔന്നത്യം നിമിത്തം അദ്ദേഹത്തിന്റെ ചില വിശ്വാസങ്ങളെ പറ്റി ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നിട്ട് കൂടിയും അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഒരു മഹാവ്യക്തിയാണ് തങ്ങളിൽ നിന്ന് വേർപെട്ടു പോയതെന്നും അതോടൊപ്പം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരായി ഇസ്ലാമിന് വേണ്ടി നടത്തിയിരുന്നതും അദ്ദേഹത്തിന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതുമായ മഹത്തായ പ്രതിരോധത്തിന്റെ അവസാനമെത്തിയിരിക്കുന്നുവെന്നും മുസ്ലിങ്ങൾക്ക്, അതെ അഭിജ്ഞരും ചിന്താശീലരുമായ മുസ്ലിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കെതിരായി വിജേതാവായ ഒരു പടനായകന്റെ കർത്തവ്യം നിറവേറ്റിയെന്ന അദ്ദേഹത്തിന്റെ വിശേഷത മേൽപ്പറഞ്ഞ അഭിപ്രായം തുറന്നു പറയാൻ ഞങ്ങളെ നിർബന്ധിക്കുന്നു. മിർസ സാഹിബിന്റെ ഭാഗത്തു നിന്ന് ക്രിസ്ത്യാനികൾക്കും ആര്യ സമാജികൾക്കും എതിരായി ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ള സാഹിത്യങ്ങൾ പൊതുജന സമ്മതത്തിന്റെ ബിരുദം നേടിക്കഴിഞ്ഞവയാണ്. അദ്ദേഹം തന്റെ കടമ പൂർത്തിയാക്കിയ ഈ അവസരത്തിൽ ആ സാഹിത്യത്തിന്റെ മേന്മയും മഹിമയും ഹൃദയപൂർവം നാം സമ്മതിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുമതത്തിന്റെ നേർക്കുള്ള അദ്ദേഹത്തിന്റെ പ്രത്യാക്രമണം ആ മതത്തിന് ഭരണത്തിന്റെ തണലിലായിരുന്നത് കൊണ്ട് സിദ്ധിച്ചിരുന്ന സ്വാധീന ശക്തിയെ മാത്രമല്ല ക്രിസ്തുമതത്തിന്റെ ജീവനെ തന്നെയും തകർത്തു കളഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈസാ അലൈഹി ഇസ്ലാം വരുമ്പോൾ, മുഹമ്മദി മസീഹ് വരുമ്പോൾ കുരിശിനെ ഉടയ്ക്കുമെന്നാണ്. ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നു, മിർസ സാഹിബിന്റെ ഈ സേവനം ഭാവി തലമുറകളെ ഭാരിച്ച ഉപകാരത്തിന് അധീനരാക്കിയിരിക്കുന്നു. അദ്ദേഹം പേന കൊണ്ട് സമരം ചെയ്യുന്നവരുടെ മുൻനിരയിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രതിരോധ കർത്തവ്യം നിർവഹിച്ചു. മുസൽമാന്മാരുടെ ശിലകളിൽ ജീവരക്തം നിലനിൽക്കുന്നിടത്തോളം കാലവും ഇസ്ലാമിനെ സഹായിക്കാനുള്ള ആവേശം അവരുടെ സാമൂഹിക ലക്ഷണത്തിന്റെ തലക്കെട്ടായി കണക്കാക്കപ്പെടുന്നിടത്തോളം കാലവും വിലമതിക്കപ്പെടുന്ന സാഹിത്യമാണ് അദ്ദേഹം തന്റെ സ്മരണയ്ക്കായി വിട്ടുവെച്ചു പോയത്. ഇതിനു പുറമെ ആര്യ സമാജക്കാരുടെ വിഷപ്പല്ലുകൾ തകർത്തുകൊണ്ട് മിർസ സാഹിബ് ഇസ്ലാമിന് പ്രത്യേകമായ സേവനം കാഴ്ചവെച്ചിട്ടുണ്ട്.
ഭാവിയിൽ നമ്മുടെ പ്രതിരോധത്തിന്റെ പ്രവർത്തനം എത്ര തന്നെ വിപുലമായിരുന്നാലും ആര്യ സമാജികൾക്കെതിരായുള്ള അദ്ദേഹത്തിന്റെ കൃതികളെ അഗണ്യമാക്കുക സാധ്യമല്ലെന്നുള്ള വാദത്തിന് ആ കൃതികൾ തന്നെ പ്രത്യക്ഷമായ തെളിവാണ്. അദ്ദേഹം വലിയൊരാളായിരുന്നു. അദ്ദേഹത്തിന്റെ പേന ആഭിചാരവും നാവ് മന്ത്രവാദവുമായിരുന്നു. അദ്ദേഹം ബുദ്ധിപരമായ അത്ഭുതങ്ങളുടെ കേദാരമായിരുന്നു. അദ്ദേഹത്തിന്റെ ദൃഷ്ടി വിപ്ലവാത്മകവും ശബ്ദം പ്രളയ കാഹളവുമായിരുന്നു. അദ്ദേഹത്തിന്റെ വിരലുകളിൽ പരിവർത്തനത്തിന്റെ കമ്പികൾ കോർക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ 2 മുഷ്ടികൾ വിദ്യുശക്തിയുടെ 2 ബാറ്ററികളായിരുന്നു. അദ്ദേഹം മതലോകത്തിന് 30 വർഷക്കാലം ഭൂകമ്പവും കൊടുങ്കാറ്റുമായിരുന്നു. അദ്ദേഹം ഖിയാമത്തിന്റെ കാഹളമായി കൊണ്ട് ഉറങ്ങിക്കിടക്കുകയായിരുന്നവരെ ഉണർത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം ഇതാ വെറും കൈയോടെ മടങ്ങിപ്പോയിരിക്കുന്നു. ഇന്ത്യ ഇന്ന് മതങ്ങളുടെ ഒരു പ്രദർശനശാലയാണ്. ചെറുതും വലുതുമായ അനേക മതങ്ങൾ ഇവിടെ കാണാൻ കഴിയും. അവയെല്ലാം അന്യോന്യം മത്സരിച്ചുകൊണ്ട് അവയുടെ അസ്തിത്വം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ലോകത്തെവിടെയും ഇതിനൊരു തുല്യത കാണാൻ കഴിയുകയില്ല. താൻ ഈ മതങ്ങൾക്കെല്ലാം വിധികർത്താവും നീതിമാനുമാണെന്നാണ് മിർസ സാഹിബ് വാദിച്ചിരുന്നത്. എന്നാൽ ഒരു കാര്യത്തിൽ സംശയമില്ല, ഈ വിവിധ മതങ്ങൾക്കെതിരായി ഇസ്ലാമിന്റെ മേന്മ സ്ഥാപിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രത്യേകമായ പാഠവുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ സാമർത്ഥ്യത്തിന്റെയും പഠന വാഞ്ചയുടെയും ഫലമാണ്. തന്റെ ഐശ്വര്യേച്ഛ ഈ വിധം മതപഠനത്തിന് വേണ്ടി വിനിയോഗിച്ച ഇത്ര ഉത്കൃഷ്ടനായ ഒരു വ്യക്തി ഇന്ത്യയിലെ മതരംഗത്ത് ഭാവിയിൽ ഉണ്ടാകുമെന്ന് ആശിക്കാൻ നിവൃത്തിയില്ല. സമകാലികനായ ഹസ്രത്ത് മിർസ ഗുലാം അഹമ്മദുൽ ഖാദിയാനി അലൈഹിസ്സലാമിനെ തൊട്ടറിഞ്ഞ നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബുൽ കലാം സാഹിബിന്റെ വിലയിരുത്തലാണ് ഞാൻ കേൾപ്പിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ സത്യസാക്ഷ്യം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.